ഹായ് വ്യൂവേഴ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് വെജിറ്റബിൾ സമോസ. പൊട്ടാറ്റോസും ഗ്രീൻ പീസും ചേർത്തുണ്ടാക്കുന്ന നല്ല ഒരു സിമ്പിൾ സമോസ. ഇപ്പോൾ റമദാൻ മാസമായിട്ട് എക്സ്ട്രാ ഇഫ്താർ ഐറ്റംസ് ഒരുപാട് ആവശ്യം വരുള്ളൂ. അപ്പോൾ ഒരു സിമ്പിൾ വെജിറ്റബിൾ സമോസ നോക്കാം. ഇതിൻ്റെ ഫില്ലിംഗ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് സമോസ പേസ്ട്രി വെച്ചിട്ടാണ്. സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ അവൈലബിൾ ആണ് സമോസ പേസ്ട്രി, ചോദിച്ചാൽ മതി. ഇനി സമോസ പേസ്ട്രി കിട്ടാനില്ലെങ്കിൽ സ്പ്രിംഗ് റോൾ പേസ്ട്രി വാങ്ങിച്ചിട്ടും ഇത് ഉണ്ടാക്കാൻ പറ്റും സമോസ. അത് കട്ട് ചെയ്തിട്ട് അതനുസരിച്ച് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഏറ്റവും ആദ്യം തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ സമോസ പേസ്ട്രി എടുത്ത് റൂം ടെമ്പറേച്ചറിൽ ആക്കാൻ ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വെക്കണം. നന്നായിട്ട് തണുപ്പ് മാറിയതിന് ശേഷമാണ് യൂസ് ചെയ്യാൻ പറ്റിയത്. പിന്നെ 3 പിരിയമുളക് അല്ലെങ്കിൽ കാശ്മീരി മുളക്, ഉണക്കമുളക് എടുത്തിട്ട് തിളപ്പിച്ച് ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെക്കണം ഒരു അരമണിക്കൂർ. അപ്പോൾ ഇത് രണ്ടും ആദ്യം ചെയ്ത് വെക്കണം. എന്നിട്ട് നമുക്ക് തുടങ്ങാം. 600 ഗ്രാം പൊട്ടാറ്റോ വേണം. ഇത് നമുക്കൊന്ന് നല്ല ബോയിൽ ചെയ്തെടുക്കണം, ടെൻഡർ ആവണ വരെ. അത് തൊലിയോടുകൂടിയാണ് ബോയിൽ ചെയ്യണത്. അപ്പോൾ നടുക്ക് കൂടി ഒരു ചെറിയ വെട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എളുപ്പത്തിൽ പീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പ്രഷർ കുക്കറിൽ ഒരു 7-8 സ്റ്റീം കേൾക്കുന്നവരെയും കുക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ പാകത്തിന് കിട്ടാറുണ്ട്. പിന്നെ ഇവിടെ 8 ചുവന്നുള്ളി ഉണ്ട്, ഒരു 4-5 വലിയ അല്ലിയുള്ള വെളുത്തുള്ളി, 3 ടീസ്പൂണോളം വരുന്ന ഇഞ്ചി നന്നാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയ മിക്സി ജാറിലേക്ക് ഇതൊക്കെ ചേർക്കാൻ പോകണം. നമ്മുടെ ഉണക്കമുളക് വെള്ളത്തിൽ നിന്ന് അരമണിക്കൂർ സോക്കായി കഴിഞ്ഞോ അത് മിക്സിയിലേക്ക് ഇട്ട് വെള്ളം ചേർക്കണില്ല. പിന്നെ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി നന്നാക്കി വെച്ചത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, വലിയ ജീരകമാണ്. അതുപോലെ 1/4 ടീസ്പൂൺ നല്ല ജീരകം, ചെറിയ ജീരകം. ഒന്ന് അരച്ചെടുക്കാം. വെള്ളം ചേർക്കുന്നില്ല. ആ ഉണക്കമുളകിൻ്റെ ഉള്ളിൽ കുറച്ച് വെള്ളം കാണും, അത് മതിയാവും. ഇതുപോലൊരു നല്ല പേസ്റ്റ് കിട്ടാൻ വേണ്ടി ആണ് മാറ്റി വെച്ചു. പിന്നെ നമുക്ക് വേണ്ടത് 150 മുതൽ 200 ഗ്രാം വരെ ഗ്രീൻ പീസാണ്. ഞാൻ ഫ്രോസൺ ഗ്രീൻ പീസാണ് യൂസ് ചെയ്യുന്നത്. അതൊന്ന് മൈക്രോവേവിൽ വെച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി കിട്ടിയിട്ടുണ്ട്, പാകത്തിനായിട്ടുണ്ട്. നടുക്ക് കൂടി ആ കട്ടിട്ടുകൊണ്ട് എളുപ്പത്തിൽ പീൽ ചെയ്യാൻ പറ്റി. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ടാവണം. ഒരു കഷ്ണം എടുത്താൽ പെട്ടെന്ന് ഉടഞ്ഞു പോകുന്ന രീതിയിലായിരിക്കണം. കണ്ട, ഉടയണമെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ഉടയും. പക്ഷെ നമുക്ക് മാഷ് ചെയ്യണ്ട, നമുക്ക് ഡൈസ് ചെയ്ത് തന്നെ വേണം. ഈ സമൂസ ഉണ്ടാക്കുമ്പോൾ മാഷ് ചെയ്യണതേക്കാളും നല്ല ടെക്സ്ചർ ഇതുപോലെ ഡൈസ് ചെയ്തിട്ട് എടുക്കുമ്പോഴാണ്. അപ്പോൾ അതും മാറ്റി വയ്ക്കാം. ഗ്രീൻ പീസ് മൈക്രോവേവിൽ വെച്ചിട്ട് ഒന്ന് ഡീഫ്രോസ്റ്റ് ചെയ്ത് ഐസൊക്കെ പോയിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് കളഞ്ഞ് വെക്കണം. അപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ചൂടായതിനു ശേഷം നമുക്ക് ഇപ്പോൾ അരച്ചുണ്ടാക്കിയ പേസ്റ്റ് ചേർത്തിട്ട് അന്ന് നന്നായി വഴറ്റിയെടുക്കണം. പച്ചമണമൊക്കെ മാറി ഒരു 1 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഇതൊന്നും കൂടി നന്നായിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ശകലം വെള്ളം ഒന്ന് തെളിച്ച് കൊടുക്കാം, കൂടുതൽ വേണ്ട. ഇത് ആ പൊടികൾ അടി പിടിച്ച ടേസ്റ്റ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. നന്നായി കുക്ക് ചെയ്ത് അത് മല്ലിപ്പൊടിയുടെയും ആ മല്ലിക്കുത്തൊക്കെ മാറി എണ്ണ ഒന്ന് തെളിഞ്ഞ് വരണം. അപ്പോൾ നമുക്ക് നമ്മുടെ പൊട്ടാറ്റോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് സ്റ്റർ ചെയ്ത് ഫ്രൈ ചെയ്ത് ആ മസാല ഈ പൊട്ടാറ്റോസ് നന്നായി കോട്ട് ചെയ്ത് കിട്ടണം. ഉപ്പ് പാകത്തിന് ചേർക്കാം. ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ മസാല ശരിക്കും പൊട്ടാറ്റോസും നന്നായിട്ട് പിടിക്കണം. ഇനി ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ കട്ടിയുള്ള കോക്കനട്ട് ക്രീമാണ് ഞാൻ ചേർക്കുന്നത്. തേങ്ങാപ്പാൽ അടിച്ചെടുത്ത് കുറച്ച് നേരം വെച്ച് കഴിയുമ്പോൾ മുകളിലൊരു ലെയർ കട്ടി ക്രീം വരില്ലേ, അതാണ് യൂസ് ചെയ്യേണ്ടത്. ഒരു വെള്ളം പോലത്തെ പാലൊഴിക്കരുത്. ഇത് നല്ലൊരു ഫ്ലേവറിങ് ഏജൻറ്റാണ്. 1/4 ടേബിൾ സ്പൂൺ മതി. എന്നിട്ട് നമുക്ക് ഗ്രീൻ പീസും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യണം. ഉപ്പൊക്കെ നോക്കാം പാകത്തിനല്ലേ.
ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മല്ലിയിലയും കൂടി ചേർത്ത് ഞാൻ ഫ്ലെയിം ഓഫാക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മല്ലിയിലൊക്കെ എല്ലായിടത്തും ഒരേപോലെ മിക്സായി കിട്ടണം. ഇനി നമുക്കിത് ഒരു 30 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം, അല്ലെങ്കിൽ വേഗം ആവണമെങ്കിൽ 10 മിനിറ്റ് ഫ്രീസറിൽ വെക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ അത് ചൂടാറുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ഫ്ലേവർ ഒന്നും ലോക്കാവാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ സമൂസ പേസ്ട്രി ഡീഫ്രോസ്റ്റ് ആയിട്ടുണ്ട്. ഇത് തുറന്നതിന് ശേഷം എപ്പോഴും ഒരു ചെറിയ നനവുള്ള തുണി വെച്ചിട്ട് മൂടി വെക്കണം, അല്ലെങ്കിൽ ഡ്രൈ ആയി സമൂസ പൊട്ടിപ്പോവാൻ ചാൻസ് കൂടുതലാണ്. ഓരോന്നെടുത്ത് റാപ്പ് ചെയ്യുമ്പോഴും നമ്മളത് മൂടി വെക്കണം. അപ്പോൾ 1 ടേബിൾ സ്പൂൺ മൈദയും വെള്ളവും ചേർത്തിട്ട് ഒരു പേസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് സമൂസ സീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓരോ ഷീറ്റ് പതുക്കനെ എടുക്കണം. ആ നനവുള്ള തുണി വെച്ച് പതുക്കനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ബുദ്ധിമുട്ടുള്ള ചില ഷീറ്റ് കുറച്ച് ഒട്ടിപ്പിടിക്കും, അതൊന്ന് കിട്ടാൻ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇങ്ങനെയാണ് സമൂസ ഫില്ല് ചെയ്യണതെന്ന്. ഇതേപോലെ ഫോളോ ചെയ്താൽ മതി. ത്രികോണ ഷേപ്പിൽ നമുക്ക് സമൂസ പോക്കറ്റ് ഉണ്ടാക്കണം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓരോ പ്രാവശ്യം ആ 3 കോർണേഴ്സും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. 1 സ്പൂൺ ഫില്ലിംഗ് മതിയാവും. ഫില്ലിങ് ഇടുമ്പോൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം, ആ അറ്റത്തെ കോർണറും നന്നായിട്ട് ഫില്ല് ചെയ്ത് കിട്ടണം. സ്പൂണിൻ്റെ അറ്റം വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുത്താൽ മതി. അതുപോലെ സ്പൂൺ ഷാർപ്പായിട്ടുള്ള സ്റ്റീൽ സ്പൂണിനേക്കാളും നല്ലത് കുറച്ച് സോഫ്റ്റായിട്ടുള്ള ഈ സോഫ്റ്റ് എഡ്ജസ് ഉള്ള പ്ലാസ്റ്റിക് സ്പൂണാണ് നല്ലത്. ഇതൊരു വിധം വലിയ സമൂസയാണ്. ചെറിയ സമൂസ ആണ് ഇഷ്ടമെങ്കിൽ നമ്മൾ സമൂസ പേസ്ട്രീൻ്റെ പകരം സ്പ്രിംഗ് റോൾ പേസ്ട്രി മേടിച്ചിട്ട് ഞാൻ ഉണ്ടാക്കാറുണ്ട്. സ്പ്രിംഗ് റോൾ പേസ്ട്രി ഒരു 2-3 സ്ട്രിപ്സ് ആക്കും. അപ്പോൾ ചെറിയ ഇതുപോലത്തെ നീണ്ട റെക്റ്റാങ്കിൾ ആകും. അപ്പോൾ ഇതേപോലെ ചെയ്യുമ്പോൾ ചെറിയ സമൂസ കിട്ടും. ചിലർക്ക് ചെറിയ സമൂസയാണ് ഇഷ്ടം. എല്ലാ സമൂസയും ഫില്ല് ചെയ്ത് ഒട്ടിച്ചതിന് ശേഷം ഒരു ബട്ടർ പേപ്പറിൽ ഇതുപോലെ ഗ്യാപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഫ്രീസ് ചെയ്യാം. ഫ്രീസ് ചെയ്തതിന് ശേഷം ഫ്രോസൺ ആയതിനു ശേഷം ഒരുമിച്ച് ഒരു ബാഗിലിട്ട് കൊടുക്കാം. അത് പിന്നെ ഒട്ടിപ്പിടിക്കൂല. ഫ്രോസണിൽ നിന്ന് നമുക്ക് ഫ്രൈ ചെയ്യാൻ പറ്റിയതാണ്. ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള അത്രയും വെജിറ്റബിൾ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചൂടായിട്ട് നമുക്ക് ആ നേരത്തിന് ആവശ്യമുള്ള സമൂസ എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എണ്ണ ഒരുപാട് കൂടുതൽ ചൂടായിരിക്കരുത് തുടക്കത്തിൽ. കാരണം നമ്മൾ സമൂസ ഇടുമ്പോൾ തന്നെ ആ പേസ്ട്രി ബ്രൗൺ കളറായിപ്പോൾ ഉള്ളിൽ തണുത്തും ഇരിക്കും. അപ്പോൾ ഒരു മോഡറേറ്റ് ഹീറ്റിൽ എത്തുമ്പോൾ തന്നെ നമുക്ക് ഫ്രൈ ചെയ്യാനിടണം. ആദ്യത്തെ സൈഡ് പെട്ടെന്ന് തിരിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് 2-3 പ്രാവശ്യം തിരിച്ചു മറിച്ചും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ ഒരേപോലെ ഗോൾഡൻ ബ്രൗൺ ആവണം. കുറച്ച് ശ്രദ്ധ കുറഞ്ഞാൽ ബ്ലാക്ക് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നന്നായി ശ്രദ്ധിക്കണം. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയ വെജിറ്റബിൾ സമൂസ റെഡിയാണ്. നമുക്കിഷ്ടമുള്ള സോസോ ചട്നി വല്ലതും നോക്കി കഴിക്കാം. അപ്പോൾ റെസിപ്പി ട്രൈ ചെയ്താൽ വിവരം അറിയിക്കാൻ മറക്കരുത്. ഫോട്ടോ അയക്കണം. പിന്നെ മുമ്പ് പോസ്റ്റ് ചെയ്തിരുന്ന ബീഫ് കീമ സമോസ റെസിപ്പി ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അതും നല്ല ടേസ്റ്റി ആയിട്ടുള്ള സമോസയാണ്. അതുപോലെ റമദാൻ റെസിപ്പീസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അതിലും നോക്കാം. ഒരുപാട് റെസിപ്പീസ് ഉണ്ട് ട്രൈ ചെയ്യാൻ പറ്റിയത്. അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷാന.